ഹായ് സ്പോക്കൺ ഹിന്ദിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. നമുക്ക് നോക്കാം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ ഈ ഖറാബ് ഹോന എന്ന് പറഞ്ഞാൽ എന്താണ്? ഖറാബ് ഹോന കേടാവുക, ഖറാബ് ഹോന കേടാവുക, ഓക്കെ, മോശമാവുക, നശിക്കുക എന്നൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഖറാബ് ഹേ എന്ന് പറഞ്ഞാൽ എന്താണ്? ഖറാബ് ഹേ എന്ന് പറഞ്ഞാൽ മോശമാണ്, കേടാണ് എന്നാണ്. ഓക്കെ, ഖറാബ് ഹേ മോശമാണ്, കേടാണ്. ഖറാബ് ഹുവ അല്ലെ ഖറാബ് ഹുയി, ഇത് രണ്ടിൻ്റെ അർത്ഥം എന്താ വരുന്നത്? കേടായി, മോശമായി, നശിച്ചു എന്നൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? ഓക്കെ, അപ്പോൾ ആ വേർഡ്സ് നമുക്ക് ഈ വേർഡ്സ് ഉപയോഗിച്ച് നമുക്ക് എന്തൊക്കെ സെൻറ്റൻസുകൾ ഉണ്ടാക്കാം. എന്തുകൊണ്ടാണ് ഈ ഹോഗയ വന്നത്, ഹോഗയി വന്നത്, അത് ഞാൻ ഈ ക്ലാസ്സിൽ പറഞ്ഞുതരും. അതുപോലെ തന്നെ ഖറാബ് ഹുവ, ഖറാബ് ഹുയി, ഓക്കെ, കേടായി, മോശമായി, നശിച്ചു. ഖറാബ് ഹോഗയ, ഖറാബ് ഹോഗയി, കേടായി തന്നെയാണ് അർത്ഥം. ബട്ട് അതെങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞുതരും. ഓക്കെ, ഖറാബ് ഹോനെ ലഗ, ഖറാബ് ഹോനെ ലഗി, മോശമാവാൻ തുടങ്ങി. ഖറാബ് ഹോനെ ലഗ അല്ലെ ഖറാബ് ഹോനെ ലഗി, മോശമാവാൻ തുടങ്ങി. ടീക്കെ, ഖറാബ് ഹോ ജായേഗ, ഖറാബ് ഹോ ജായേഗി, മോശമാകും. ഇതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ? ഇനിയിപ്പോൾ ഇതെങ്ങനെ ഉപയോഗിക്കണം? നമ്മൾ ഹോഗയ, ഹോഗയി, ഹുവ, ഹുയി, ഇതൊക്കെ എങ്ങനെ ഉപയോഗിക്കും അല്ലേ? ഹോനെ ലഗ, ഹോനെ ലഗി, എന്തുകൊണ്ടാണ് അത് ഉപയോഗിക്കുന്നത് അത് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, അറിയാൻ താല്പര്യമില്ലാത്തവർ ജസ്റ്റ് സെൻറ്റൻസുകൾ കണ്ട് അത് പഠിച്ചു പോവുക. അത്യാവശ്യം ഗ്രാമർ പഠിക്കണം, ഇതെന്തുകൊണ്ട് വന്നു എന്ന് അറിയാൻ താല്പര്യമുള്ളവർ അത് കേൾക്കുക. നമുക്ക് നോക്കാം. ഉസ്കാ പേറ്റ് ഖറാബ് ഹോഗയ, ഖറാബ് ഹോഗയ എന്ന് പറഞ്ഞാൽ എന്താണ്? കേടായി, നശിച്ചു, മോശമായി എന്നൊക്കെ അല്ലേ അർത്ഥം. അപ്പോൾ ഉസ്കാ പേറ്റ് ഖറാബ് ഹോഗയ, അവൻ്റെ അല്ലെങ്കിൽ അവളുടെ, രണ്ടിനും നമ്മൾ ഉസ്കാ പേറ്റ് തന്നെയാണ് പറയുക. കാരണം എന്താണ്? ഈ പേറ്റ് എന്ന് പറയുന്നത് വയറ്, അതെന്താണ്? ഒരു പുല്ലിംഗ ശബ്ദമാണ്. അതുകൊണ്ടാണ് ഉസ്കാ പേറ്റ് ഖറാബ് ഹോഗയ എന്ന് വന്നത്. ഓക്കെ, ഉസ്കാ പേറ്റ് ഖറാബ് ഹോഗയ, അവൻ്റെ വയറ് കേടായി, അവളുടെ വയറ് കേടായി എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഉസ്കാ പേറ്റ് ഖറാബ് ഹോഗയ എന്നേ പറയുള്ളൂ. ടീക്കെ, അല്ലാണ്ട് ഉസ്കി പേറ്റ് ഖറാബ് ഹോഗയെന്നൊന്നും പറയരുത് അവളായതുകൊണ്ട്. അതെന്താണ്? ഈ പേറ്റ് എന്ന് പറയുന്നത് ഒരു പുല്ലിംഗ ശബ്ദമായതുകൊണ്ടാണ് ഉസ്കാ പേറ്റ് ഖറാബ് ഹോഗയ എന്ന് വന്നത്. വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ഓക്കെ, എല്ലാ സെൻറ്റൻസ് മാത്രം പഠിച്ചു പോകുന്നവർ പഠിച്ചു പോയിക്കോ. അതായത് ഉസ്കാ പേറ്റ് ഖറാബ് ഹോഗയ, അവൻ്റെ വയറ് കേടായി അല്ലെങ്കിൽ അവളുടെ വയറ് കേടായി. ക്ലിയർ? അപ്പോൾ പേറ്റ് ഖറാബ് ഹോഗയ എന്ന് മാത്രമേ വരുള്ളൂ, പേറ്റ് ഖറാബ് ഹോഗയെന്നൊന്നും വരില്ല. ഒരു സ്ത്രീയുടെ വയറ് കേടായി എന്ന് പറയാൻ വേണ്ടിയിട്ട്. ക്ലിയർ? മേരി കിസ്മത്ത് ഖറാബ് ഹോഗയി. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്ക്, ഈ കിസ്മത്ത് എന്ന് പറയുന്ന സംഭവം എന്താണെന്ന് അറിയാം? കിസ്മത്ത് നിങ്ങൾക്ക് അറിയാം. കിസ്മത്ത് പറഞ്ഞാൽ എന്താണ്? ഭാഗ്യം, ലക്ക് എന്നൊക്കെയാണ് പറയുക. അപ്പം മേരി കിസ്മത്ത് ഖറാബ് ഹോഗയിന്നേ പറയുള്ളൂ. എൻ്റെ കിസ്മത്ത്, എൻ്റെ ഭാഗ്യമില്ല, എൻ്റെ നിർഭാഗ്യം എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മേരി കിസ്മത്ത് ഖറാബ് ഹോഗയി എന്ന് പറയുന്നത്. എൻ്റെ ഭാഗ്യം നശിച്ചു പോയി എന്നാണ് അതിൻ്റെ അർത്ഥം. ബട്ട് അതിൻ്റെ മലയാളം എന്താണ്? എൻ്റെ നിർഭാഗ്യം, എൻ്റെ ഭാഗ്യക്കേട്. അപ്പോൾ മേരി കിസ്മത്ത് ഖറാബ് ഹോഗയി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എനിക്ക് ഭാഗ്യമില്ല എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. കിസ്മത്ത് ഒരു സ്ത്രീലിംഗ ശബ്ദമാണ്. ഓക്കെ, സെൻറ്റൻസ് പഠിക്കുന്നവർ സെൻറ്റൻസ് പഠിക്കുക. ഗ്രാമറിൻ്റെ ഉൾവശം ഞാൻ പറഞ്ഞുതരാം. മേരി കിസ്മത്ത് ഖറാബ് ഹോഗയി, കിസ്മത്ത് ഒരു സ്ത്രീലിംഗ ശബ്ദമാണ്. മേരി വന്നു, മേരായൊന്നും വരില്ല. ഞാനായിക്കോട്ടെ, ഞാനൊരാണായിക്കോട്ടെ, ഒരു സ്ത്രീ പറഞ്ഞോട്ടെ, മേരി കിസ്മത്ത് ഖറാബ് ഹോഗയി. ക്ലിയർ? വ്യക്തം? അപ്പോൾ ഖറാബ് ഹോഗയി എന്ന് പറഞ്ഞാൽ എന്താണ്? മോശമായി എന്നാണ്. ഖാന ഖറാബ്, ഖാന ഖറാബ് യാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഭക്ഷണം മോശമാണ്. ഖാന ഖറാബ് ഹേ, ഖറാബ് ഹേ എന്ന് പറഞ്ഞാൽ മോശമാണ്, കേടാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഖാന ഖറാബ് ഹേ, ഈ ഭക്ഷണം മോശമാണ് എന്നാണ് അർത്ഥം. അപ്പോൾ ഖറാബ് ഹേ നമ്മൾ പഠിച്ചു അല്ലേ? ഖറാബ് ഹോഗയ പഠിച്ചു, ഖറാബ് ഹോഗയി കാരണം എന്തുകൊണ്ട് വന്നു? ഹോഗയ, ഹോഗയി വരാൻ കാരണം എന്താണ് അത് ഞാൻ പറഞ്ഞു തന്നു. അപ്പോൾ ഖറാബ് ഹേ എന്ന് പറഞ്ഞാൽ എന്താണ്? മോശമാണ് എന്നാണ് അർത്ഥം. മേരാ പേറ്റ് ഖറാബ് ഹേ എന്ന് പറയാം, എൻ്റെ വയറ് മോശമാണ്. ഖറാബ് ഹോഗയ എന്ന് പറഞ്ഞാൽ മോശമായി തീർന്നു എന്നായി അർത്ഥം. ഓക്കെ, ഒരു 30 സെക്കൻഡ് എടുക്കുകയാണ്. നമ്മൾ സ്പോക്കൺ ഹിന്ദിയുടെ നല്ലൊരു പോസിറ്റീവ് കമൻ്റാണ് വരുന്നത്, പോസിറ്റീവ് റിപ്ലൈ ആണ് വരുന്നത്. പാവപ്പെട്ടവർക്ക് ഹിന്ദി പഠിക്കണം എന്നുണ്ടെങ്കിൽ, അഥവാ നോർത്ത് സൈഡിലൊക്കെ പോയി നിൽക്കുന്ന ആൾക്കാർക്ക്, പാവപ്പെട്ട ഒരാൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നല്ലൊരു പാക്കേജ് ആയിട്ടാണ് ഈ ഹിന്ദി ക്ലാസ്സിൻ്റെ വെബ്സൈറ്റിൽ ഓൺലൈൻ ക്ലാസ്സുകൾ ഉള്ളത്. താല്പര്യമുള്ളവർ, എന്തുകൊണ്ടാണ് VK ഹിന്ദി ലേണിംഗ് ഹബിൻ്റെ ക്ലാസ്സുകൾ ഉപയോഗിക്കണം എന്നറിയണമെങ്കിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാനൊരു വീഡിയോയുടെ ലിങ്ക് തരുന്നുണ്ട്. ആ വീഡിയോ ഫുള്ള് കാണുക. ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് നിങ്ങൾ ആ ക്ലാസ്സുകൾ യൂസ് ചെയ്യേണ്ടത്, എന്താണ് കാരണം എന്നൊക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അതിൻ്റെ ഫുള്ള് ഡീറ്റെയിൽസ് നിങ്ങളിത് പോസ് ചെയ്തിട്ട് കാണുക. ഞാൻ ഇത് ഫുള്ളായിട്ട് പറഞ്ഞു തരുന്നില്ല. അത് കാണാത്തവർ ആ വീഡിയോ
ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തരുന്ന വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. ഓക്കെ, അപ്പോൾ മനസ്സിലാവും എന്തുകൊണ്ടാണ് നിങ്ങൾ ക്ലാസ്സുകൾ കാണാൻ നിങ്ങളോട് പറയുന്നതെന്ന്. ഓക്കെ, ഫീസ് ഞാൻ ഓപ്പൺ ആയിട്ട് പറയണം, അല്ലാണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല. അതായത് നിങ്ങൾ ആദ്യം വാട്സപ്പിൽ മെസ്സേജ് ചെയ്യും, ഞാൻ എന്നിട്ട് ഡീറ്റെയിൽസ് പറയാം, ഒന്നുമില്ല. ഓപ്പൺ ആയിട്ടാണ്, പബ്ലിക്കിന് ഓപ്പൺ ആയിട്ടാണ് ഇതാ 999. ഓക്കെ, അല്ലാണ്ട് അതിന് ഹിഡൻ ചാർജസ് അല്ലാണ്ട് ആദ്യം 1000 അടക്ക്, പിന്നെ 2500 തരണം, അല്ലാണ്ട് 10,500 12,500 അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. 999 നിങ്ങൾക്ക് അടക്കാൻ താല്പര്യമുണ്ടോ, നിങ്ങൾ അടക്കുക, ഓൺലൈനായിട്ട് വരിക, യൂസർ നെയിം പാസ്വേഡ് ആക്കുക, നിങ്ങൾക്ക് ക്ലാസ്സുകൾ കാണാം. 60 ക്ലാസ്സുകൾ, 40 ക്ലാസ്സുകളെ ബേസിക് ആണ്, ഫൗണ്ടേഷൻ ആണ്, അഡ്വാൻസ്ഡ് സ്റ്റേജ് വരെയുള്ള ഗ്രാമർ ക്ലാസ്സുകൾ 40 ക്ലാസ്സുകളായിട്ട് തരുന്നുണ്ട്. അതുകൂടാതെ നിങ്ങൾക്ക് സ്പീക്കിംഗ് പ്രാക്ടീസ് തരുന്നുണ്ട് ഒരു 20 ക്ലാസ്സിൻ്റെ. ഓക്കെ, അപ്പോൾ ഇതിൽ ചേരുന്നവർക്ക് ഒരു കാര്യം കൂടെ നമ്മൾ ചെയ്യാൻ പോവുകയാണ്. അതായത് അത് ഉപയോഗിക്കുന്ന ഒരാൾ പറഞ്ഞ ഒരു ഇതാണ്, അതായത് അവർക്ക് മാത്രമായിട്ട് ഒരു ഗ്രൂപ്പ് പെട്ടെന്ന് തന്നെ തുടങ്ങും. ഓക്കെ, ആ ഗ്രൂപ്പിൽ ഡൗട്ട് സെഷൻ ഇല്ലെങ്കിൽ ഒരു സൂം മീറ്റിംഗ്, ഒരു ഗൂഗിൾ മീറ്റിംഗ് എന്തായാലും നൽകും. ഓക്കെ, വീക്കിലി 1 ടൈം. അത് ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടില്ല, അത് ചെയ്തിട്ട് കൺഫേം ചെയ്യാം. ഓക്കെ, അപ്പോൾ 999 ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ആ ക്ലാസ്സിൻ്റെ ചാർജസ്. ഓക്കെ, അല്ലാണ്ട് ഓഫർ, ആ ഒരു ഓഫർ എന്ന് പറഞ്ഞാൽ 2000 രൂപയുടെ ക്ലാസ് ആണ് നമ്മൾ 999 തരുന്നത്. അത് ഫിക്സ് ആണ്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് വിസിറ്റ് ചെയ്യാം, ഇഷ്ടപ്പെട്ടാൽ പർച്ചേസ് ചെയ്യാം. ഓക്കെ, മേരി അതിനു വേണ്ടി വാട്സപ്പ് കോൾ ചെയ്ത് ഫീസ് കാര്യങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ല, ഫീസ് കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു. ഓക്കെ, അപ്പോൾ മേരി കാർ ഖരാബ് ഹോഗി, ഇവിടെ ഖരാബ് ഹോഗയാന്നുള്ളത് നമ്മൾ പഠിച്ചു. എന്തുകൊണ്ട് ഹോഗയിന്ന് വരുന്നത് അത് പറയണ്ടേ നിങ്ങൾ. അപ്പോൾ മേരി കാർ ഖരാബ് ഹോഗി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. കാറിൻ്റെ അതായത് ഗാഡിയുടെ ഒരു സ്പെഷ്യൽ ക്ലാസ് തന്നെ നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുണ്ട്. അത് കാണാത്തവരത് കാണണം, അപ്പോൾ അത് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഈ ഖരാബ് ഹോഗയെന്ന് വന്നത്. അപ്പോൾ മേരി കാർ ഖരാബ് ഹോഗയാന്നൊന്നും പറഞ്ഞാൽ തെറ്റല്ലേ, ബ്ലണ്ടറാണ്. അപ്പോൾ എന്തുകൊണ്ട് വന്നു, എൻ്റെ വണ്ടി കേടായി. കാരണം കാറ്, ഗാഡി ഇതൊക്കെ എന്താണ്, ഒരു സ്ത്രീലിംഗ ശബ്ദമാണ്. മേരി ഗാഡി എന്ന് പറയാം, കാറിന് വരെ മേരി ഗാഡി എന്ന് പറഞ്ഞിട്ട് തുടങ്ങാം. മേരി ഗാഡി ഖരാബ് ഹോഗി, അത് എന്ത് വണ്ടി ആയിക്കോട്ടെ, ബൈക്ക് ആയിക്കോട്ടെ, കാർ ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ. ഗാഡി എന്നുണ്ടോ അത് എന്താണ്, സ്ത്രീലിംഗ ശബ്ദമാണ്. ഓക്കെ, മേരി കാർ ഖരാബ് ഹോഗയി, എൻ്റെ കാറ് കേടായി, എൻ്റെ വണ്ടി കേടായി. മേരി കാർ ഖരാബ് ഹുയി ഹേ എന്ന് പറയാം, തെറ്റൊന്നുമില്ല. ഓക്കെ, മേരി കാർ ഖരാബ് ഹുയി ഹേ എന്ന് പറയാം. ബട്ട് ഹുവാ ഹേ ഹോഗയാന്ന് പറയരുത്, അത് തെറ്റാണ്. അതാണ് പറഞ്ഞോട്ടെ, പെണ്ണ് പറഞ്ഞോട്ടെ, അതിലൊന്നും കാര്യമില്ല. നമ്മൾ കാറിനെ കുറിച്ചാണ് പറയുന്നത്. കാർ ഒരു സ്ത്രീലിംഗ ശബ്ദമാണ്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. സെന്റൻസ് മാത്രം പഠിക്കുന്നവർ ഈ സെന്റൻസ് പഠിക്കുക. മേരി കാർ ഖരാബ് ഹോഗയി എന്ന് പറഞ്ഞാൽ എൻ്റെ വണ്ടി കേടായി. ഗ്രാമർ അറിയണമെന്നുള്ളവർ ഈ ഗ്രാമറിൻ്റെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഓക്കെ, മേരി കാർ ഖരാബ് ഹോഗയി. ക്ലിയർ? അപ്പോൾ കുറച്ച് സെൻറ്റൻസുകൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക. മോസം ഖരാബ് ഹോ ഗയ, മോസം എന്ന് പറഞ്ഞാൽ അറിയാം കാലാവസ്ഥ. മോസം ഖരാബ് ഹോ ഗയ, കാലാവസ്ഥ മോശമായി എന്നാണ് അർത്ഥം. മോസം ഒരു പുല്ലിംഗ ശബ്ദമാണ്, ഖരാബ് ഹോ ഗയ. ഓക്കെ, അതുകൊണ്ടാണ് ഖരാബ് ഹോ ഗയ എന്ന് വന്നത്. അത് ഞാൻ പറഞ്ഞോട്ടെ, ആണ് പറഞ്ഞോട്ടെ, ഒരു പെണ്ണ് പറഞ്ഞോട്ടെ, അതിലൊന്നും ഒരു കാര്യമില്ല. എന്നാൽ മോശമാണ്, കാലാവസ്ഥയാണ് മോശമായത്. അപ്പം മോസം ഖരാബ് ഹോ ഗയ, കാലാവസ്ഥ മോശമായി. ക്ലിയർ? ഖരാബ് ഹോ ഗയ എന്നൊന്നും പറയരുത് പെണ്ണ് പറയുമ്പോൾ, അങ്ങനെയൊന്നുമില്ല. ഓക്കെ, ഒറ്റ സെന്റൻസേ ഉള്ളൂ ഇതിന്. മോസം ഒരു പുല്ലിംഗ ശബ്ദമായതുകൊണ്ടാണ് മോസം ഖരാബ് ഹോ ഗയ എന്ന് പറയുന്നത്. തൂനെ മേരി സിന്ദഗി ഖരാബ് കർദി, തൂനെ മേരി സിന്ദഗി ഖരാബ് കർദി എന്ന് പറഞ്ഞാൽ എന്താണ്, നീ എൻ്റെ ജീവിതം മോശമാക്കി, കേടാക്കി, നശിപ്പിച്ചു എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പം ഇവിടെ നിന്നാണ് വന്നത്, നശിപ്പിച്ചു എന്ന് വന്നു അല്ലേ. അപ്പം നമ്മൾ പറഞ്ഞു നശിപ്പിച്ചു, കേടായി, മോശമായി എന്നൊക്കെ പറയും നമ്മൾ ഈ ഖരാബ് ഹോ ഗയ എന്ന് ഉപയോഗിക്കും. ഇവിടെ ഖരാബ് കർദി എന്ന് വന്നു, നശിപ്പിച്ചു. ഓക്കെ, അതിന് നമ്മൾ ഖരാബ് കർദി എന്ന് വന്നു. ഖരാബ് ഖർദിയ എന്നൊന്നും പറയില്ല, ഖരാബ് ഖർദി. കാരണം സിന്ദഗിയാണ്, സിന്ദഗി ഒരു സ്ത്രീലിംഗ ശബ്ദമാണ്. തൂനെ, നീ, മേരി സിന്ദഗി ഖരാബ് കർദി, നീ എൻ്റെ ജീവിതം നശിപ്പിച്ചു, അങ്ങനെയാണ് പറയേണ്ടത്. ഓക്കെ, അത് ആണോട് പറഞ്ഞോട്ടെ, പെണ്ണോട് പറഞ്ഞോട്ടെ, അതൊന്നും ബന്ധമില്ല. ഇതാണ് അതിൻ്റെ കോമൺ സെൻറ്റൻസ്. ഓക്കെ, കാരണം എന്താണ്, സിന്ദഗി ഒരു സ്ത്രീലിംഗ ശബ്ദമായതുകൊണ്ടാണ് അങ്ങനെ സെൻറ്റൻസ് വരുന്നത്. ക്ലിയർ? ക്യാ തുമാരാ ദിമാഗ് ഖരാബ് ഹോ ഗയ ക്യാ? ठीक है, क्या तुम्हारा ദിമാഗ് ഖരാബേ, നിനക്ക് ഭ്രാന്താണോ, നിന്റെ മനസ്സ് ഭ്രാന്തായി നടക്കുകയാണോ എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, തുമാരാ ദിമാഗ് വന്നു. ദിമാഗ് എന്ന് പറയുന്നത് ഒരു പുല്ലിംഗ ശബ്ദമാണ്, അതുകൊണ്ടാണ് തുമാരാ ദിമാഗ് എന്ന് വന്നത്. അത് ആണോട് ചോദിച്ചോട്ടെ, പെണ്ണോട് ചോദിച്ചോട്ടെ, ഇങ്ങനെയാണ് ചോദിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ക്യാ തുമാരാ ദിമാഗ് ഖരാബ് ഹോ ഗയ എന്ന് പറഞ്ഞാൽ നിനക്ക് ഭ്രാന്തായോ എന്നാണ് അർത്ഥം. നിനക്ക് ഭ്രാന്തായോ എന്നാണ്, നിനക്ക് മനസ്സ് ഓക്കെ അല്ലേ എന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നത്. ഓക്കെ, നിന്റെ ബ്രെയിൻ എന്നാണ് ദിമാഗിൻ്റെ അർത്ഥം. സബ്ജി ഖരാബ് ഹോനെ ലഗി, ഞാൻ തൊട്ട് മുകളിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ഹോനെ ലഗ, ഹോനെ ലഗി. ഓക്കെ, ഹോനെ ലഗ, ഹോനെ ലഗീൻ്റെ അർത്ഥം എന്താണ്, മോശമാവാൻ തുടങ്ങി എന്നാണ്. മോശമാവാൻ
തുടങ്ങി. അപ്പൊ സബ്ജി ഖറാബ് ഹോനെ ലഗി, പച്ചക്കറി മോശമാവാൻ തുടങ്ങി. സബ്ജി ഖറാബ് ഹോനെ ലഗി ആണ് വന്നത്, ഹോനെ ലഗാന്നല്ല വന്നത്. പച്ചക്കറി കുറെ നാളായിട്ട് ഫ്രിഡ്ജിലുണ്ട്. സബ്ജി ഖറാബ് ഹോനെ ലഗി, സബ്ജി പച്ചക്കറി മോശമാവാൻ തുടങ്ങി എന്നാണ്. അപ്പൊ ഹോനെ ലഗ, ഹോനെ ലഗി, അതുകൊണ്ടാണ് ഈ ഹോനെ ലഗ ഹോനെ ലഗി എന്ന് വന്നത്. ഇപ്പൊ ഈ ദിമാഗനെ വെച്ചിട്ട് നമുക്കൊരു സെന്റൻസ് ഉണ്ടാക്കാൻ പറ്റും. ഇതിലില്ലാത്തതാണ്, ഞാൻ പറഞ്ഞുതരാം. തുമാരാ ദിമാഗ് മേരാ ദിമാഗ്. ഓക്കെ, മേരാ ദിമാഗ്, മേരാ ദിമാഗ്, എൻ്റെ തല, എൻ്റെ തലച്ചോറ്. മേരാ ദിമാഗ് ഖറാബ് ഹോനെ ലഗ എന്നാ വരുക. കാരണം എന്താണ്, ദിമാഗ് ഒരു പുല്ലിംഗ ശബ്ദമാണ്. അപ്പൊ ഹോനെ ലഗ എന്ന് മാത്രമേ എൻ്റെ വരുള്ളൂ, ഹോനെ ലഗി എന്ന് വരത്തുള്ളൂ. അപ്പൊ ഞാനായിക്കോട്ടെ, ഞാനിപ്പോ ഒരു മെയിലാണ്. അപ്പം മേരാ ദിമാഗ് ഖറാബ് ഹോനെ ലഗ, എനിക്ക് ഭ്രാന്താവാൻ തുടങ്ങി, അല്ലെ, എൻ്റെ എനിക്ക് ഭ്രാന്തായിട്ട് നടക്കുമെന്ന് ഞാൻ. മേരെ ദിമാഗ് ഖറാബ് ഹോനെ ലഗ, അതൊരു സ്ത്രീ പറഞ്ഞോട്ടെ, അപ്പോഴും എങ്ങനെ പറയാം, മേരെ ദിമാഗ് ഖറാബ് ഹോനെ ലഗ എന്ന് തന്നെ പറയും. ഓക്കെ, ഹോനെ ലഗി എന്ന് പറയുന്നത് സബ്ജിയെ കുറിച്ച് പറഞ്ഞു. സബ്ജി ഒരു സ്ത്രീലിംഗ ശബ്ദമാണ്. സബ്ജി ഖറാബ് ഹോനെ ലഗി. ക്ലിയർ? ഇതുവരെ വളരെ വ്യക്തം. അപ്പോൾ ഇങ്ങനെയാണ് സെന്റൻസുകൾ നമ്മൾ പഠിക്കേണ്ടത്. അത്യാവശ്യം ഒരു സെന്റൻസ് മാത്രം പഠിച്ചിട്ട് പറയുന്നതിലല്ല കാര്യം, അതിൽ കുറേ വ്യത്യാസങ്ങൾ വരും. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ വെബ്സൈറ്റിലെ ഓൺലൈൻ ക്ലാസ്സിൽ ഞാനെല്ലാം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓരോ സ്ത്രീലിംഗ ശബ്ദം വെച്ചിട്ട്, ഓരോ പുല്ലിംഗ ശബ്ദം വെച്ചിട്ട് ഞാനത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ളവരെ എന്തായാലും വിസിറ്റ് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യുക. ഒറ്റ പാക്കേജിലൂടെ നിങ്ങൾക്ക് ഫുൾ പഠിക്കാൻ പറ്റും. ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ, ഞാൻ ഇൻഫർമേഷൻ വീഡിയോ നിങ്ങൾക്ക് ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. അത് കാണാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഉണ്ടാക്കുക. ഓക്കെ, മേരാ മൂഡ് ഖറാബ് ഹെ. മേരാ മൂഡ് ഖറാബ് ഹെ എന്ന് പറഞ്ഞാൽ എൻ്റെ മൂഡ് മോശമാണ്. മേരാ മൂഡ് ഖറാബ് ഹെ, അഭി ഡിസ്റ്റർബ് മത് കറോ മുझे, ठीक है, मुझे ഡിസ്റ്റർബ് മത് കറോ, അഭി മേരാ മൂഡ് ഖറാബ് ഹെ എന്ന് പറഞ്ഞാൽ എൻ്റെ മൂഡ് മോശമാണ്. മേരാ മൂഡ് എന്നൊക്കെ വരുള്ളൂ. മൂഡ് എന്നൊക്കെ പറയുന്നത് ഒരു പുല്ലിംഗ ശബ്ദമായിട്ടാണ് കണക്ക് കൂട്ടുന്നത്. മേരാ പൂര ദിൻ ഖറാബ് ഹോ ഗയാ, മേരാ പൂര ദിൻ ഖറാബ് ഹോ ഗയാ. ദിൻ ഒരു പുല്ലിംഗ ശബ്ദമാണ്. ഓക്കെ, താരിഖ് സ്ത്രീലിംഗ ശബ്ദമാണെങ്കിൽ ദിൻ ഒരു പുല്ലിംഗ ശബ്ദമാണ്. അതുകൊണ്ടാണ് മേരാ പൂര എന്ന് വന്നത്. പൂരി വന്നിട്ടില്ല. കാരണം എന്താ അറിയാ, ദിന്നിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ആ ദിന്നിനെ കുറിച്ച് പറയുമ്പോൾ അതൊരു പുല്ലിംഗ ശബ്ദമായതുകൊണ്ട് പൂര എന്ന് മാത്രമേ വരുള്ളൂ. അപ്പൊ മേരാ പൂര ദിൻ ഖറാബ് ഹോ ഗയാ, ठीक है, എൻ്റെ മുഴുവൻ ദിവസം നശിച്ചുപോയി. ഓക്കെ, നശിപ്പിച്ചു എന്ന് എങ്ങനെ പറയും? പൂര ദിൻ ഖറാബ് കർദിയ, കർദിയ എന്ന് പറയും. കർദി എന്ന് വരില്ല. സിന്ദഗി കർദി, സിന്ദഗി ഖറാബ് കർദി, ദിൻ ഖറാബ് കർദിയ എന്ന് പറയും. കാരണം എന്താണ്, ദിൻ ഒരു പുല്ലിംഗ ശബ്ദമാണ്. അപ്പൊ എൻ്റെ ദിവസം ഫുള്ള് നശിപ്പിച്ചു എന്ന് എങ്ങനെ പറയും? മേരാ പൂര ദിൻ ഖറാബ് കർദിയ എന്ന് പറയും. ഓക്കെ, മേരാ പൂര ദിൻ ഖറാബ് കർദിയ, എൻ്റെ ദിവസം ഫുള്ള് നശിപ്പിച്ചു. നശിച്ചു എന്ന് എങ്ങനെ പറയും? മേരാ പൂര ദിൻ ഖറാബ് ഹോ ഗയ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഈ സെന്റൻസുകളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. നോക്കാം, ജാദാ മോമോസ് മത് ഖാओ, അധികം മോമൊന്നും കഴിക്കല്ല. എന്താണ്? പേറ്റ് ഖറാബ് ഹോ ജായേഗ. പേറ്റ് ഖറാബ് ഹോ ജായേഗ എന്ന് പറഞ്ഞാൽ എന്താണ്? വയറ് മോശമാവും. ഇവിടെ എന്താണ്? വയറിന് മോശമാണ്, അല്ലേ? അധികം മോമോ കഴിച്ചാൽ മൈദയാണ്. അപ്പോൾ നോർത്ത് സൈഡിലൊക്കെ നല്ലോണം മോമോസ് ഒക്കെ കിട്ടും. ഡൽഹിയിലൊക്കെ പോയാൽ ഏത് ഗലിയിൽ പോയാലും ഓരോ ഗലിമേ മോമോസ് മിൽത്തേ ഹെ. ഓക്കെ, അപ്പം ജാദാ മോമോസ് മത് ഖാओ, അധികം മോമോ കഴിക്കരുത്. എന്താണ്? വോ പേറ്റ് ഖറാബ് കർത്തെ ഹെ എന്ന് പറയാം, അല്ലെ ഖറാബ് ഹോ ജായേഗ, പേറ്റ് ഖറാബ് ഹോ ജായേഗ, പേറ്റ് ഖറാബ് ആക്കും. ठीक है, ബൂര എന്ന് പറഞ്ഞാൽ മോശം എന്നാണ്. അപ്പൊ ഇത് പറയുമ്പോൾ ഇതും കൂടി പറഞ്ഞുതരാം. ബൂര എന്ന് പറഞ്ഞാൽ എന്താണ്? മോശം എന്നാണ് അർത്ഥം. ഓക്കെ, ബൂര ഹാൽ ഹെ, ബൂര ഹാൽ ഹെ എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ മോശം അവസ്ഥയാണ്, മോശം അവസ്ഥയിലാണ്. ബൂര ഹാൽ ഹെ, ബൂര ലഗ, മോശമായി തോന്നി. ബൂര ലഗ എന്ന് പറഞ്ഞാൽ മോശമായി തോന്നി. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു, അല്ലെ? ഒരു ഖറാബിനെ വെച്ച് നമുക്ക് എങ്ങനെയൊക്കെ സെന്റൻസുകൾ ഉണ്ടാക്കുക, അല്ലെ? ഖറാബ് ഹോന, ഒന്നുകൂടി പറഞ്ഞുതരാം. ഖറാബ് ഹോന, കേടാവുക, മോശമാവുക, നശിക്കുക എന്നാണ്. ഖറാബ് ഹേ, മോശമാണ്, കേടാണ് എന്നൊക്കെയാണ്. ഖറാബ് ഹുവ, ഖറാബ് ഹുയി, കേടായി, മോശമായി, അല്ലെ? നശിച്ചു. ഖറാബ് ഹോ ഗയാ, ഖറാബ് ഹോ ഗയി, കേടായി. ഓക്കെ, അതുപോലെ ഖറാബ് ഹോനെ ലഗ, ഖറാബ് ഹോനെ ലഗി, മോശമാവാൻ തുടങ്ങി. ഖറാബ് ഹോ ജായേഗ, ഖറാബ് ഹോ ജായേഗി, മോശമാകും. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, ഇത് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങളിത് ഷെയർ ചെയ്യണം. ഓക്കെ, നിങ്ങളുടെ ലൈക്ക്, ഷെയർ, കമൻറ്റ്സ് എല്ലാം പ്രതീക്ഷിക്കുകയാണ്. അത് നിങ്ങളുടെ പോസിറ്റീവ് ആയിക്കോട്ടെ, നെഗറ്റീവ് ആയിക്കോട്ടെ, നിങ്ങളുടെ അഭിപ്രായങ്ങളായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, നിങ്ങളുടെ കമൻറ്റ്സ് പ്രതീക്ഷിക്കുകയാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ വീഡിയോ കാണാൻ മറക്കരുത്. ഇൻഫർമേഷൻ വീഡിയോ അബൌട്ട് വെബ്സൈറ്റ്, അത് കാണുക. ഇഷ്ടപ്പെട്ട എന്തായാലും പർച്ചേസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.